AAC7G എക്സാക്ട്ലി എഫ് പഠിച്ചു കഴിഞ്ഞാൽ ജി ഒരു വേഡ് എന്താണ്? പ്രാക്ടീസസ് എന്നിടത്ത് മെഷർ എന്നും കൂടെ ഉപയോഗിച്ചാൽ മതി. നമ്മുടെ ലാബിലുള്ള എല്ലാവർക്കും നമ്മളൊരു സേഫ്റ്റി മെഷർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവണം, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള. അതായത് PPE കിറ്റ് ഉപയോഗിക്കേണ്ട സ്ഥലത്ത് PPE കിറ്റ് ഉപയോഗിക്കണം, ഗ്ലൗസ് ഉപയോഗിക്കേണ്ട സ്ഥലത്ത് ഗ്ലൗസ് ഉപയോഗിക്കണം, ഏതെങ്കിലും സ്പെഷ്യൽ ഡ്രസ്സ് ഉപയോഗിച്ച് ചെയ്യേണ്ട ഇൻവെസ്റ്റിഗേഷൻ ആണെങ്കിൽ അങ്ങനെ ചെയ്യണം. നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മളുടെ ഡ്രസ്സിങ്ങിനകത്ത് കൃത്യമായും മാനേജ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ആ ഡിസിൻഫെക്റ്റ് ചെയ്യേണ്ട ഏരിയാസ് എങ്ങനെ ഡിസിൻഫെക്റ്റ് ചെയ്യണം, എക്സ്റ്റിങ്ക്വിഷേഴ്സ് എങ്ങനെയാണ്, ഫയർ എക്സ്റ്റിങ്ക്വിഷേഴ്സ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. നമുക്ക് ഈ ഒരു സാമ്പിൾ ഡിസ്കാർഡ് ചെയ്യുന്നതിന് കൃത്യമായ മാനദണ്ഡമാണ്. ഇത്രയേ ഉള്ളൂ സേഫ്റ്റി മെഷേഴ്സ്. നമ്മൾ എഫിൽ എന്താ കണ്ടത്? നമുക്കൊരു സേഫ് പ്രാക്ടീസ് ഉണ്ടാവണമെന്നതാണ്. അത് ജിയിലേക്ക് വരുമ്പോൾ ഇത്രയേ ഉള്ളൂ. ആ സേഫ് പ്രാക്ടീസ് കൃത്യമായി സേഫ്റ്റി മെഷേഴ്സ് ഉപയോഗിച്ചിട്ടായിരിക്കണം. പലപ്പോഴും നമ്മൾ പാൻഡമിക് സിറ്റുവേഷനിൽ കണ്ടതാണ്, നമ്മുടെ ലാബിലെ ആൾക്കാരൊക്കെ ബഹിരാകാശ ജീവികളെ പോലെ PPE കിറ്റൊക്കെ ഇട്ട് മനോഹരമായി നിന്നത്. സോ അത് നമുക്ക് വളരെ കൃത്യമായിട്ടും പാലിക്കണം. നമ്മുടെ ലാബിലുള്ള സ്റ്റാഫുകൾ അപ്രോപ്രിയേറ്റ് ഇമ്മ്യൂണൈസേഷനിൽ കൂടെ കടന്നു പോയിട്ടുണ്ടാവണം. എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നത്? അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൻ്റെ മൊത്തം സേഫ്റ്റി എന്ന് പറഞ്ഞത് നമ്മുടെ സേഫ്റ്റിയും കൂടെ ചേർന്നിട്ടാണ്. നമ്മുടെ സേഫ്റ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം ലാബിൽ. AAC7ന്റെ 7th ഒബ്ജക്റ്റീവ് എലമെൻറ്റ്.